വെൽക്കം ടു ഷാലീസ് കിച്ചൺ. ഇന്ന് ഞാൻ നേന്ത്രപ്പം കൊണ്ട് ഒരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് തോന്നുകയാണെങ്കിൽ ഷാലീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടു അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യും. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും. നമുക്ക് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. എൻ്റെ ഇത് വലിയ നേന്ത്രപ്പഴം, നിങ്ങൾക്ക് 2 നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ. ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. പാനിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റീമർ വെക്കണം. ഇതിലേക്ക് നമ്മളുടെ ബനാന വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് സ്റ്റീം ചെയ്ത് എടുക്കുക. ഓക്കെ, ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റീം ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കുക. ഇതായിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ബ്ലാക്ക് ഇത് എടുത്ത് കളയാം കേട്ടോ. ബ്ലാക്ക് സോ ഞാൻ പഴം 2 കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് ഇല്ല, അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ചാറ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പഴം എടുക്കുക. എന്നിട്ട് ഇത് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഇരിക്കണം. ഓക്കെ, ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സ്മാഷ് ചെയ്ത് ബനാന ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത്, ഇതൊരു 3/4 കപ്പ് തേങ്ങ ഉണ്ടാവും, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ബനാന എടുക്കണം അതനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 1/2 കപ്പ് ശർക്കരയുണ്ട്, അതും കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പൊടിച്ച ശർക്കരയാണ് കേട്ടോ. ഇതൊക്കെ മധുരമൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ചിട്ട് കുറക്കുകയോ ചെയ്യുക കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. ഗോതമ്പ് പൊടി ഞാൻ ലാസ്റ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഴം എത്രയാണ് എടുക്കണം അതനുസരിച്ചിട്ട് വേണം ഇടുക. കാരണം പഴത്തിൻ്റെ ടേസ്റ്റ് വേണം ഇങ്ങനെ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഗോതമ്പ് പൊടി ലാസ്റ്റ് ഇട്ടത്. ഇത് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് ജാഗറി വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ പൊടിച്ച ശർക്കര കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക, മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ. അതുപോലെ തേങ്ങയും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. എല്ലാം കൂടി ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് വാഴയില എടുക്കാം. എൻ്റെ കയ്യിൽ വാഴയില ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാർച്ച്മെൻറ്റ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ഇല്ലേ, അത് കുറച്ച് എടുത്തിട്ട് മിക്സ് എടുത്തിട്ട് കുറച്ചിങ്ങനെ ആക്കിയിട്ട് ഷേപ്പാക്കി കൊടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ ആക്കിയെടുക്കുക. ഓക്കെ, ഞാൻ കൈകൊണ്ട് തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പ്രസ് ചെയ്യാം, അപ്പം നല്ല കുറച്ച് ഷേപ്പ് കിട്ടും. ഇതുപോലെ ട്രയാങ്കിൾ ഇതാക്കുക. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്.
ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ ഒരു പാനിൽ നമ്മൾ നേരത്തെ എടുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പാനിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് സ്റ്റീം ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്, അതൊന്ന് കുക്കാവേ വേണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കാം കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിത് എടുക്കാം. ഇതുപോലെ ഇരിക്കുമല്ലോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൂളാവട്ടെ, എന്നിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതെല്ലാം എടുത്ത് വെക്കാം. ഒത്തിരി ചൂടാട്ടോ, ചൂട് ഫുള്ള് മാറിയിട്ടില്ല. നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് എടുക്കാം. ഇത് നല്ല ഹെൽത്തിയാണ്. ഞാൻ ഒരു ഓയിലൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിട്ടെ കേട്ടോ. ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാരീസ് കിച്ചൺ. ബൈ.